അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തദബ്ബുർ സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഒരു വിശ്വാസി എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ വചനത്തെയാണ് പരിശോധിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. ഖുറാൻ പരിശോധിച്ചാൽ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യർക്ക് ഈ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് എങ്ങനെ ആകണം എന്ന് വിശദീകരിക്കുന്നുണ്ട്. പല രൂപത്തിൽ പല ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതിലെ ഒരായത്ത് മാത്രമാണ് ഇന്ന് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ ഹദീസില് 20-ാമത്തെ ആയത്താണ്, 20-ാമത്തെ വചനം. ഞാൻ ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. വളരെ മനോഹരമായി അള്ളാഹു നമ്മളെ ഈ ഐഹിക ജീവിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമാണിത്. നല്ല വിശദീകരണമാണ്, നല്ല ഉദാഹരണമാണ്. അതെ, അള്ളാഹു പറയുന്നത് എഅലമു, നിങ്ങൾ അറിയണം, അറിയണം. അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിലെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം, ലൈബുൻ വലഹുവൻ, ലൈബ് എന്ന് പറഞ്ഞാൽ കളിയാണ്, കളിക്ക് വേണ്ടി പറയുന്നത്, അത് വെറും ഒരു കളിയാണ്. വലഹുവൻ, ഒരു വിനോദമാണ്. വസീന, ഒരു അലങ്കാരമാണ്. അലങ്കാരം. വതഫാഖുറും ബൈനക്കും, നിങ്ങൾ പരസ്പരമുള്ള ഒരു തരം ദുരഭിമാനം നടിക്കലാണ്. അഭിമാനത്തിന് അവകാശമില്ലാത്ത ഒരു സ്ഥലങ്ങളിലും അഭിമാനിക്കുന്നതിനാണ് ദുരഭിമാനം. അങ്ങനെയുള്ള ദുരഭിമാനം, ആവശ്യമില്ലാത്ത അതെ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് അതെ, അഭിമാനം നടിക്കും. ദുരഭിമാനം നടിക്കലുമാണ്. അതാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും അതുപോലെ സന്താനങ്ങളിലും ഉള്ള പെരുമ നടിക്കലാണ്. ഞാൻ വലിയ സംഭവമാണ് ഇതിൽ, അധികമാക്കി, അല്ലെങ്കിൽ അതെ അധികമുണ്ടെന്ന് അതെ കാണിക്കലാണ്. അതെ, ഒരു കാണിച്ച് നടക്കല. കെമസലി ഗൈസിൻ, എന്നിട്ട് അള്ളാഹ് ഒരു ഉപമ പറയാണ്, ഒരു ഉദാഹരണം പറയാണ്. ഏതുപോലെ? കെമസലി ഗൈസിൻ, ഒരു മഴയെ പോലെയാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. അജബൽ കുഫാറ നബാത്തു, കുഫാർ അതായത് കർഷകരെ ആ മഴയിലുണ്ടാകുന്ന സസ്യങ്ങൾ, മഴ ഇങ്ങനെ പെയ്യുമ്പോൾ സസ്യങ്ങൾ ഇങ്ങനെ ആ മുളച്ചു മഴയെ വരുമ്പോൾ, പോലെയാണെന്ന് പറഞ്ഞ് മഴ എങ്ങനെയാണ് മഴയെ പോലെ ആകുന്നത് വിശദീകരിക്കുകയാണ്. അതെ, ആ സസ്യങ്ങൾ മുളച്ചു പൊന്തുമ്പോൾ എങ്ങനെയാണോ കർഷകർ ആശ്ചര്യപ്പെടുക, എങ്ങനെയാണോ കർഷകർക്ക് അതിൽ വലിയ സന്തോഷം ഉണ്ടാവുക, അതുപോലെയാണ് നമ്മൾക്ക് ഈ ദുനിയാവിലെ അലങ്കാരങ്ങളും ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുക. yes. അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. സുമ്മ യഹീജ്, പക്ഷെ ഇവർ ഈ ആശ്ചര്യപ്പെട്ട, ഇവർ സന്തോഷിച്ച ഈ സസ്യങ്ങൾ അത് ഉണങ്ങിപ്പോകും. ഫതറാഹു മുസ്ഫറ, അത് ഉണങ്ങി ഒരു തരം മഞ്ഞ നിറത്തിലായതായി നിനക്ക് കാണാം. സുമ്മ യകൂനു ഹുതാമ, എന്നിട്ടത് ഉണങ്ങി പറ്റ തുരുമ്പിച്ചിങ്ങനെ ഇല്ലാതാകും. ഇതുപോലെയാണ് ദുനിയാവ് എന്നാണ്. അപ്പം നമ്മൾ കുറേ ആശ്ചര്യങ്ങൾ ഉണ്ടാവും, നമ്മളെ ആശ്ചര്യപ്പെടുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാകും, നമുക്ക് പെട്ടെന്ന് ആകർഷണീയമായി തോന്നുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ കുറച്ച് നേരത്തേക്കുള്ളൂ, ആ ഇത് സ്റ്റാർട്ടിങ്ങില് ഉണങ്ങിപ്പോകാനുള്ളതാണ്. അല്ലെങ്കിൽ തുടക്കത്തിലെ ആകർഷണീയതക്കും ആശ്ചര്യത്തിനും അപ്പുറം ദുനിയാവിലുള്ള കാര്യമാണോ അതിനൊരു ഉണങ്ങുന്ന കാലം, അതെ അത് അതിന്റെ പച്ചപ്പിൽ നിന്നും അത് മഞ്ഞ കളറാകുന്ന, അത് വാടിപ്പോകുന്ന ഒരു കാലം ദുനിയാവിലെ എന്തിനും ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതെ, എന്നിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് വഫിൽ ആഖിറതി അദാബുൻ ഷദീദുൻ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. വഫിൽ ആഖിറ, ഈ ഈ ജീവിതം കഴിഞ്ഞ് മരണത്തിനു ശേഷമുള്ള ജീവിതത്തിൽ, പരലോകത്തിൽ, അദാബുൻ ഷദീദുൻ, വളരെ കഠിനമായ ശിക്ഷയുണ്ട്. ശിക്ഷയുണ്ട്. അപ്പോൾ കഠിനമായ ശിക്ഷയെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. പിന്നെ അള്ളാഹു പറയുന്നത് വമഗ്ഫിറ, അവിടെ പാപമോചനമുണ്ട്. അപ്പോൾ നമ്മൾ തിന്മകൾ ചെയ്യുന്നവരാണ്, സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരൊക്കെ തിന്മകൾ സംഭവിക്കും. അപ്പോൾ ആ തിന്മകൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് അത് പാപമോചനം തേടിയാൽ, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ, ആ തിന്മകളിലേക്ക് പിന്നെ മടങ്ങാതിരുന്നാൽ അള്ളാഹു അത് പുറത്തു തരാൻ തയ്യാറാണ്. അപ്പോൾ ആഖിറത്തിൽ അതുമുണ്ട്, കഠിനമായ ശിക്ഷയുണ്ട്. എന്നാൽ അതേസമയം പശ്ചാത്തപിക്കുന്നവർക്ക് അവർക്ക് പാപമോചനം ലഭിക്കാനുള്ള മഗ്ഫിറത്തിനുള്ള അവസരമുണ്ട്. വരിദ്വാൻ,
പിന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ പ്രീതിയും അവിടെ നേടാം. അപ്പൊ ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കാം, അള്ളാഹുവിന്റെ പ്രീതി നേടാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നേടാം. ഇത് ഏത് നേടണം എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികൾ അനുസരിച്ചിരിക്കും. എന്നിട്ട് അള്ളാഹു പറയാണ്, ഈ ദുനിയാവിലെ ജീവിതത്തെ വളരെ ചുരുക്കി നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഈ ഒരൊറ്റ ആയത്ത് പറഞ്ഞാൽ മതി. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ദുനിയാവ് എത്രത്തോളം ചുരുങ്ങിയതാണ്. വമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാ മതാഉൽ ഖുറൂർ, അത് വഞ്ചിക്കുന്ന ഒരു വിഭവം അല്ലാതെ മറ്റൊന്നല്ല. അപ്പൊ നമ്മൾ സമൂഹത്തിൽ പലരും കാണാറുണ്ട്, ഒരുപാട് സമ്പത്ത് ഉണ്ടാകുമ്പോൾ അവർക്ക് പിന്നെ ഭയങ്കര അഹങ്കാരം ഉണ്ടാകും ചില ആളുകൾക്ക്. മറ്റുള്ള ആളുകളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കാതിരിക്കുക. ഒരു ചോദിച്ചു വരുന്ന ഒരു ഭിക്ഷക്കാരൻ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പാവപ്പെട്ട ദരിദ്രനായ രോഗിയായ ഒരാൾ വന്ന് പണം ചോദിക്കുമ്പോൾ, സഹായം ചോദിക്കുമ്പോൾ, ഇതെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, എൻ്റെ സ്വയം അധ്വാനം കൊണ്ടും എൻ്റെ പഠനം കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും കിട്ടിയതാണ്, ഇതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും നിനക്ക് തരണം എന്ന രൂപത്തിൽ സംസാരിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ ചിന്തയുടെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുഹൃത്ത് ഹുമസയിൽ കാണാൻ കഴിയും. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ അല്ലെങ്കിൽ ജമാഅമാലം വഅദ്ദദ, അവര് ഒരുപാട് സമ്പത്ത് സമ്പാദിക്കും. വഅദ്ദദ, അവരിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. അത് യഹ്സബു അന്നമാലഹു അഖ്ലദ, അവർ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് അത് അവർക്ക് ശാശ്വതമായ എന്തോ നൽകുന്നതാണ്. ഇതാണ് ഇവിടെ പറഞ്ഞ ഉദാഹരണത്തിന്റെ ഒരു പ്രശ്നം. അതാണ്, അല്ലെങ്കിൽ ഉദാഹരണത്തിലൂടെയും ചൂണ്ടിക്കാണിക്കുന്ന മനുഷ്യരിലൊരു പ്രശ്നം അതാണ്. മനുഷ്യന് ലഭിക്കുന്ന ഒരു ഒരു നല്ലൊരവസ്ഥ, ഒരു ഗുണകരമായി അവന് അനുഭവപ്പെടുന്നൊരവസ്ഥ, അത് ശാശ്വതമാണെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ആ മഴയുടെ ഉദാഹരണം പറഞ്ഞ വേളയിൽ കർഷകന്റെ ആ ഒരു അവസ്ഥയിൽ തുടക്കത്തിൽ എന്താണ് അവൻ്റെ വിചാരം, അല്ലെങ്കിൽ തുടക്കത്തിൽ അവൻ ആ ഭൂമിയിലേക്ക് നോക്കുന്ന വേളയിൽ വളരെ മനോഹരമായി ചെടികൾ ഉയർന്നു വരുന്നു. അത് ശാശ്വതമായിരുന്നെങ്കിൽ അവൻ അഹങ്കരിക്കാനുള്ള വകുപ്പുണ്ട്, കാരണം അത് ശാശ്വതമായി നിലനിൽക്കുന്നതാണെങ്കിൽ. പക്ഷെ അത് ശാശ്വതമല്ല എന്നുള്ളതാണ്. അതിന് ശാശ്വതത്വമില്ല. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതൊരു ശാശ്വതമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഈ ദുനിയാവിലുള്ള എല്ലാത്തിനെയും അറ്റമില്ലാതെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അത് അവനെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തും, അല്ലെങ്കിൽ അത് അവനെ വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തിൽ നമുക്കിപ്പോൾ ഒരു സമ്പന്നനായിട്ടുള്ള ഒരാൾ, അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർക്ക് തൻ്റെ ഈ പെരുമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഒരു താൻ എന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ പറ്റി അവർ തീരെ ആലോചിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ വിചാരിക്കുക എന്താണ്, ഇതാണ് ഏറ്റവും ശരിയായ വഴി. കാരണം ഞാൻ ഈ ഒരു സ്ഥാനത്താണുള്ളത്, എനിക്ക് എത്രത്തോളം സമ്പത്തുണ്ട്, എനിക്ക് എത്രത്തോളം പദവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപം എന്നാണ് അവർ വിചാരിക്കുക. നേരെ മറിച്ച് അവരെ സംബന്ധിച്ച് പതിനായിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി, ഒരു നല്ലൊരു സാമൂഹ്യ ജീവി എന്നൊരു ഗണത്തിൽ നിന്ന് മാറി. ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ഇത്തരത്തിൽ ഒരുപാട് മാനുഷികമായ ഗുണങ്ങൾ അവിടെ ഇല്ലാതെയാവുകയാണ് എന്നൊരു ആസ്പെക്റ്റിലേക്ക് ചിന്ത പോലും പോകില്ല. ചിന്ത പോലും അവിടെ റെസ്ട്രിക്റ്റഡ് ആവും, ബ്ലോക്ക്ഡ് ആവും, കാരണം അവർ ഈ ഒരു കണ്ടീഷനിലായതുകൊണ്ട്. അതാണ് പടച്ചോൻ പറഞ്ഞത് ഉമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, നമ്മളെ വഞ്ചിക്കാണ്. അതായത് അവർ വിചാരിക്കും ഞാൻ ഇപ്പം ചെയ്യുന്നത് എനിക്ക് കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ അഹങ്കരിച്ചടക്കുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അപ്പം എനിക്കെന്തോ നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ആ വ്യക്തിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുകയും ആ വ്യക്തിയെ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. ശരിക്കും വഞ്ചന. ഇവിടെ മനസ്സിൽ വേറൊന്നാണ്, ആക്ച്വലി നടക്കുന്നത് ഇതിൽ വേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് ആയിട്ട് എനിക്കിപ്പം അതിലേക്ക് ചിന്ത പോയതാണ് അള്ളാഹുവിന്റെ ഉപമകളെ കുറിച്ചുള്ള ഒരു സംഭവം. അതായത് അള്ളാഹുവിന്റെ ഉപമകൾ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന വിഷയം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അടരുകൾ ഒരുപാടുണ്ടാവും, വേറെയും കുറേ ലേയേഴ്സ് ഉണ്ടാവും, ഈ അടരുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പറഞ്ഞൊരു സംഭവം, ഇതിൽ ഉപമയായിട്ട് പറഞ്ഞത് ഒരു സസ്യം, ഒരു മഴ പെയ്യുമ്പോൾ ആ മഴയിൽ മുളച്ചു വരുന്ന സസ്യം അത് കർഷകരെ ആശ്ചര്യപ്പെടുത്തുന്നു. അതിൽ നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ സീരീസിന്റെ പേര് തന്നെ തദബ്ബുർ സീരീസ് എന്നാണല്ലോ, ഉറ്റാലോചന എന്നുള്ളതാണ്. നമ്മൾ അഫലായ തദബ്ബറൂൻ എന്ന ഖുർആനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉറ്റാലോചനക്ക് നമ്മളൊന്ന് കുറച്ച് നേരം ഈ ആയത്തൊന്ന് പോസ് ചെയ്ത് ഈ ആയത്തിനെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? മഴ പെയ്യുന്നു, സസ്യങ്ങൾ മുളക്കുന്നു, കർഷകൻ ആശ്ചര്യപ്പെടുന്നു. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, കർഷകൻ ഈ സസ്യം മുളക്കുന്നത് കാണുമ്പോൾ കർഷകന്റെ നിയന്ത്രണത്തിലല്ല ഈ സസ്യം മുളക്കുന്നത്. മഴ പെയ്യുന്നു, സസ്യം മുളക്കുന്നു, കർഷകന്റെ ഒരു പ്രവൃത്തി. കർഷകൻ ചിലപ്പോൾ വിത്ത് വിതക്കുന്നുണ്ടാകും, അത്രയേ ഉള്ളൂ. മുളപ്പിക്കുന്നത് കർഷകനല്ല. ഇത് ആ മുളക്കുന്നു എന്ന് പറയുന്ന പ്രക്രിയയുടെ 5% മാത്രമാണ് കർഷകൻ അതിലേക്ക് കൊടുക്കുന്നത്, ബാക്കി മുഴുവൻ. അതെ. അപ്പോൾ അങ്ങനെ മുളക്കുന്ന ഒരു സാധനം. അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഐഹിക ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെയാണ് ഈ സസ്യവുമായി ബന്ധപ്പെട്ട് ഉപമയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സസ്യം കാണുമ്പോൾ ആശ്ചര്യപ്പെടുന്നു, ഇതുപോലെ നമുക്ക് ഐഹിക ലോകത്ത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ആശ്ചര്യപ്പെടുന്നു.
സസ്യം മുളപ്പിക്കുന്ന ആരാ? അള്ളാഹുവാണ്. പടച്ചവനാണ്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മുളപ്പിക്കുന്നത് ആരാ? പടച്ചവനാണ്. പടച്ചവനാണ്. അപ്പൊ നമുക്ക് ആ ഉപമ പോലും എത്ര സുന്ദരമാണ്. എത്രത്തോളം അതിൽ ഇറ്റാലോചിക്കാണ്ട് അതെ, അങ്ങനെ ആലോചിച്ചാല് അവിടെ ആ പോയിന്റ് നമുക്ക് കിട്ടും. അതായത് ഈ അനുഗ്രഹം പടച്ചോൻ തന്നതാണ്. ഈ സസ്യം മുളച്ചതുപോലെ നിങ്ങളുടെ അധ്വാനം വളരെ ചെറുത് മാത്രമാണ്. നിങ്ങളുടെ അധ്വാനത്തിന് അതിലുള്ള പങ്ക്, ആ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള പങ്ക് വളരെ ചെറുത് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ഈ ആ ഉപമന്റെ ഒരു സൗന്ദര്യം. പിന്നെ വേറൊരു വിഷയം, ഈ ഉപമ മനസ്സിലാകാത്ത ആളുകളെ കുറിച്ചാണ്. അതിൽ ഈ ഉപമന്റെ സൗന്ദര്യത്തിൽ ഒരു കാര്യം കൂടി, അതിൽ പടച്ചോൻ നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് പടച്ചോൻ എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതെ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ നിയന്ത്രണത്തിലില്ലാത്തതാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ. അതിലാണ് നമ്മൾ അഹങ്കരിക്കുന്നുള്ളൊരു ഒരു അതെ, വിരോധാഭാസം. വിരോധാഭാസം അതിലുണ്ട്, വൈരുദ്ധ്യം അതിലുണ്ട്. കാരണം പടച്ചോൻ നൽകിയ അനുഗ്രഹത്തിൽ നമ്മൾ അഹങ്കരിക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടെന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹത്തിന് പടച്ചോൻ എന്നൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. അതെ. ചെടി വളർന്നുവെങ്കിൽ അത് വാടും. അതെ. അതതിന്റെ രീതിയാണ്. അത് പടച്ചോൻ വെച്ച വ്യവസ്ഥയാണ്. അനുഗ്രഹങ്ങൾ വന്നുവെങ്കിൽ അത് നഷ്ടപ്പെടുന്ന, അത് ഉയർന്നു പോകുന്ന ഗ്രാഫ് താഴേക്ക് പോകുന്ന ഒരു സമയം ഉണ്ടാവും എന്നുള്ളതും പടച്ചോന്റെ വ്യവസ്ഥയാണ്. അപ്പൊ അതിൽ രണ്ട് നിലക്കും നമുക്ക് അഹങ്കരിക്കാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ്. ഒന്ന്, ഇത് എന്നും നിലനിൽക്കുമെന്ന ശാശ്വതമാണെന്നുള്ള നിലക്കും അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. രണ്ട്, ഇത് എന്റെ നേട്ടമാണ് എന്ന നിലക്കും അഹങ്കരിക്കാനുള്ള വകുപ്പില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉപമകളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുടെ വിഷയമാണ്. അപ്പൊ നമ്മള് ഇസ്ലാം വിമർശകരെടുത്ത് നോക്കിയാൽ ഖുർആനിലെ ചില ഉപമകളെ അവർ പരിഹസിക്കുന്ന രൂപം കണ്ടാൽ നമുക്ക് ചിലപ്പോൾ അവരോട് സഹതാപം തോന്നും. കാരണം ഇത്രമാത്രം ഇന്റലക്ച്വൽ കപ്പാസിറ്റി കുറഞ്ഞു പോയ ഒരു കൂട്ടരാണ്. വരണ്ട മനസ്സാണ് അവർ കൊണ്ടുനടക്കുന്നത്. ഇത്രയും വരണ്ട ഇടുങ്ങിയ മനസ്സും ചിന്തയും. സ്വതന്ത്ര ചിന്തകരെന്നാണ് പറയാന്നുണ്ടെങ്കിലും അവരുടെ ചിന്ത എത്രത്തോളം കുടുസാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ തോന്നും, ഇതെന്താ അവർക്ക് മനസ്സിലാവാത്തെന്ന് തോന്നും. പടച്ചോൻ പറഞ്ഞ സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ, അവരങ്ങനെയാണ്, അവര് ചെവി അടച്ചു പിടിച്ചിരിക്കുകയാണ്, വായ അടച്ചു പിടിച്ചിരിക്കുകയാണ്. അവർക്ക് കേൾക്കണമെന്നോ ചിന്തിക്കണമെന്നോ താല്പര്യം, കേൾക്കണമെന്നും ചിന്തിക്കണമെന്നും താല്പര്യമില്ലാതെ ഒരു ഗ്രന്ഥത്തെ സമീപിക്കുന്ന, ഒരു ആശയത്തെ സമീപിക്കുന്ന ആളുകൾക്ക് സത്യം മനസ്സിലാവണം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അവർക്കത് ഉദ്ദേശമോ താല്പര്യമില്ലെങ്കിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുർആൻ അങ്ങനത്തെ ആളുകളെ അവരെ കുറിച്ച് പറയുന്നുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ ലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ ലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് കണ്ണുണ്ട് പക്ഷെ കാണാൻ തയ്യാറല്ല അവർ. കാണുന്നില്ല എന്നല്ല, അവർ കാണുന്നുണ്ട് ഇതൊക്കെ, പക്ഷെ കാണാൻ അവർ തയ്യാറല്ല. യുബ്സിറൂന എന്നൊക്കെ പറയുമ്പോൾ കണ്ടറിയാൻ തയ്യാറല്ല. അതെ, അതെ. പിന്നെ കാതുണ്ട് പക്ഷെ കേട്ടറിയാൻ അവർ തയ്യാറാവുന്നില്ല. അതേപോലെ ഹൃദയങ്ങളുണ്ട്, ചിന്തിക്കാൻ അവർ തയ്യാറല്ല. ഇങ്ങനൊക്കെ പറയുന്ന നമുക്ക് കാണാം. എന്നിട്ട് അവരെ കുറിച്ച് പറഞ്ഞു ഉലൈക അൻആം, അവര് കന്നുകാലികളെ പോലെയാണ്. ബൽഹും അതല്ല, അതിനേക്കാളും മോശമാണ്, അതിനേക്കാളും വഴി പിഴപ്പിച്ചിട്ടുണ്ട്. കാരണം അതിനേക്കാൾ വഴി പിഴച്ചിട്ടുണ്ട്. അതിന്റെ കാരണം കന്നുകാലികൾക്ക് ഇങ്ങനത്തെ ബുദ്ധിയൊന്നുമില്ല. ഇങ്ങനെ ഈ കമ്പയർ ചെയ്ത് ചിന്തിക്കാൻ പറ്റാത്തോണ്ടാണ് ചിന്തിക്കാൻ പറ്റും, എന്നിട്ട് അത് ഉപയോഗിക്കുന്നില്ല, ആ ഫാക്കൽറ്റീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ എത്ര സുന്ദരമായിട്ടാണ് ഉപമകളെ കണ്ടെന്നുള്ളതാണ്. അതുപോലെ വിമർശകർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു അന്ധത അങ്ങേയറ്റ സഹതാപം അർഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ രണ്ടാളും അതിലുണ്ടായിരുന്നു. അതായത് മൈത്രേനുമായിട്ട് നമ്മൾ നടത്തിയിരുന്ന നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്, ബാസിൽക്കും അദ്ദേഹമായിട്ട്. അപ്പോ അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, മൈത്രേൻ എന്ന് പറയണം. ഓക്കെ, ഞാനായിരുന്നു മോഡറേറ്റർ, മണിയടിച്ച മോഡറേറ്ററായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ് സമദ്. അപ്പോ മൈത്രേൻ അത് പ്രത്യേകം സൂചിപ്പിക്കുന്നു, ട്രോൾ ചെയ്യുന്നു. ഏതായാലും അന്ന് മൈത്രേനായിട്ട് ആ ഇന്റർവ്യൂ നടന്നു. ഇത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയൊരു അറിവായിരിക്കാം. കാരണം ആ ഇന്റർവ്യൂവിൽ അപ്ലോഡ് ചെയ്ത ഇന്റർവ്യൂവിന്റെ ഭാഗമല്ല അത്. ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്നു. അപ്പം മൈത്രേൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം സ്വാഭാവികമായിട്ട് ഒരു പ്രൈവസിയിൽ സംസാരിച്ചു. പിന്നെ മൈത്രേന്റെ പ്രൈവസി എന്ന് പറഞ്ഞാൽ വെറും പ്രൈവസി മാത്രമല്ല, പബ്ലിക്കും കൂടിയാണ്. കാരണം മൈത്രേൻ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ്, ആ വിഷയത്തിൽ സത്യസന്ധനാണ്, അതെ, ജെന്യൂനാണ്. അപ്പോ മൈത്രേനോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ നമ്മളെല്ലാരും ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാണ്. മൈത്രേയൻ എങ്ങനെയാണ് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത്, ഒരു ദൈവമില്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ആരോ ഒന്ന് ചോദിച്ചു. അപ്പോൾ മൈത്രേയൻ പറഞ്ഞത്, നിങ്ങൾ കൊതുകിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കൊതുകിനെ എന്തിനായിരിക്കും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇത് കൊതുകിനെ ഇപ്പൊ എന്തിനായിരിക്കും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരു മീനിങ്ങും ഇല്ലല്ലോ, ഒരർത്ഥം ഇല്ലല്ലോ. കൊതുകിനെ എന്താ കൊതുക് കൊണ്ടുള്ള ഉപകാരം, അതിനിങ്ങനെ തല്ലി കൊല്ലാന്നല്ലാതെ. അപ്പോൾ ഇതാണ് മൂപ്പരെ നിരീശ്വരവാദത്തിലേക്ക് നയിച്ച് എന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഉടനടി എൻ്റെ
മനസ്സിലേക്ക് വന്ന ഖുർആനിലെ ഒരു വചനമുണ്ട്. അത് കൊതുകുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ ഒരു വചനം. എത്ര എക്സാക്റ്റ് ആണ്, എത്ര വളരെ സ്പഷ്ടമാണ്. കൃത്യമായി നമുക്ക് ചില അതെ, സമയത്ത് ഖുർആൻ അങ്ങനെ തോന്നും. അതെ. ഇത് ഈ സാഹചര്യത്തിന് വേണ്ടി മാത്രം അതെ, ഇറങ്ങിയതാണ് അതെ. നമുക്ക് തോന്നിപ്പോകും. നമ്മൾ 21-ാം അതെ. നൂറ്റാണ്ടിലാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു ഗ്രന്ഥത്തിൽ, ഈ ഒരു ആയത്തിൽ വളരെ കൃത്യമായി ഇത്ര ആളുകളെ കുറിച്ച് പറയാൻ യസ്തഹി ഐ തീർച്ചയായും അള്ളാഹു ലജ്ജിക്കുകയില്ല ഒരു ഉപമ പറയാൻ. ആ ഉപമ കൊതുകിനെ കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ അതിനേക്കാൾ വലുത്, അതായത് അതിനേക്കാൾ ചെറിയ ചെറിയ എന്തെങ്കിലും വസ്തു. വസ്തുവിനെ കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് ഉപമ പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫഅമ്മല്ലദീന കഫറു ഫയഖൂലൂന മാദാ അറദല്ലാഹു ബിഹാദാ മസല. എന്നാൽ അവിശ്വസിച്ചവരായ ആളുകൾ, സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് കേൾക്കുമ്പോൾ അവർ കൊതുകിനെ കുറിച്ച് ഉപമേ, എന്താ അതിനെക്കൊണ്ട് കാര്യം എന്ന് എന്താണ് വിചാരിക്കും. കൊതുകിനെ മാതാ അറാദ എന്താ കൊതുകിനോട് ഇപ്പൊ ഉദ്ദേശിക്കുന്നേ? അതെ, അതുകൊണ്ട് ഇപ്പൊ എന്ത് കാര്യമുള്ളത് എന്നൊരു ചോദ്യമായിരിക്കും അവരുടെ അടുത്ത് അതെ. വരിക എന്നുള്ളതാണ്. ഈ സത്യനിഷേധികളിൽ നിന്ന് വരുന്ന ചോദ്യം അതായിരിക്കും. വഅമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. എന്നാൽ വിശ്വസിച്ചവരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കും ഇത് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള, അവരുടെ റബ്ബിൽ നിന്നുള്ള ഒരു ഹക്കാണ്, ഒരു സത്യമാണ് എന്ന് മനസ്സിലാക്കും എന്ന് പറയുന്നത്. അപ്പം മൈത്രേയനെ നിരീശ്വരവാദിയാക്കിയത് ഒരു കൊതുകാണ്. കൊതുക് മീനിങ്ലെസ് ആണ്. അത് മൂപ്പരുടെ ഒരു ധാരണയാണ്. കൊതുകിന് അതിൻ്റെതായ ദൗത്യങ്ങൾ ഉണ്ടാവും. അതെ. ഇപ്പൊ ഫുഡ് ചെയിനിലാണെങ്കിലും ബാക്കിയുള്ള ഇതിപ്പോ സംഭവങ്ങളിലാണെങ്കിലും 21-ാം നൂറ്റാണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഒരു 15-16 നൂറ്റാണ്ടിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പല ജീവികളും എന്തിനാണെന്ന് അറിയില്ല. അതെ, അതെ. നമ്മൾ നമുക്ക് എന്താണ് ജീവിയുടെ ഈ ലോകത്ത് ദൗത്യം എന്ന് അറിയാം. ഫുഡ് ചെയിൻ ഉണ്ട് എന്ന് പോലും, അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് റെലവൻസ് ഇതാണെന്നുള്ളതും അറിയാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ജീവിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയണം എന്താണ് ഈ ജീവിയുടെ പ്രസക്തി, ഈ ജീവിയെ എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം ബാലിശമാണോ ആ വാദം, അതുപോലെ ബാലിശമാണ് ഇതും. കൊതുകിനെ പറ്റി മൈത്രേയന് ഏതെങ്കിലും വിഷയത്തിൽ അറിവ് കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യർക്ക് ഏതെങ്കിലും ജീവികളെ പറ്റി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി അറിവ് കുറവുണ്ടെങ്കിൽ അവ എനിക്കറിയില്ല എന്തിനാണെന്നുള്ളത്, അതുകൊണ്ടത് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഉപമകളിലൊരു സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം, സത്യസന്ധമായി ചിന്തിക്കണം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് ആലോചിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ തദബ്ബുർ നടത്തുമ്പോൾ മാത്രമാണ് അതിന്റെ സത്യാവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ അതെ, കഴിയുള്ളൂ. ഒരിക്കലും ഈ അറിവ്, കേവല അറിവ് നേടൽ കൊണ്ട് ഒരു മനുഷ്യനും ഉയർച്ചയിലേക്ക് എത്തുന്ന വിശുദ്ധ ഖുർആൻ അലൈഹി ഇസ്ലാം പറയുന്നില്ല എന്നുള്ളതാണ്. തദബ്ബുർ നിർബന്ധമാണ്. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, അതിന് ഭൗതികമായ അറിവായിക്കോട്ടെ മതപരമായ അറിവായിക്കോട്ടെ, ആ അറിവിൽ നമ്മൾ ഉറ്റാലോചിക്കും, നമ്മൾ നമ്മുടെ ചിന്ത ഇങ്ങനെ അധികരിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആത്മീയവും നമുക്ക് ഒരു തിരിച്ചറിവിൻ്റെ ഒരു കാര്യം, നമുക്കൊരു എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് തിരിച്ചറിയാം ആ സമയത്താണ്, അത് ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പൊ അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പടച്ചതമ്പുരാൻ പറയുന്ന ഒരു ഉപമയിൽ അത്രത്തോളം അടരുകൾ ഉണ്ടാവും, ലേയേഴ്സ് ഉണ്ടാവും എന്നൊരു മനസ്സുകൊണ്ട് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ശരിക്കും ഒരുപാട് ആസ്പെക്റ്റുകളിലേക്ക്, ഒരുപാട് മേഖലകളിലേക്ക് അതിന്റെ പോകാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഈ തദബ്ബറിന്റെ വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഖുർആനിലെ ഓരോ ആയത്തുകളും പരിശോധിച്ചാൽ ഈ ഉപമകളോ അങ്ങനത്തെ എന്ത് വിഷയമായിക്കോട്ടെ, അത് ആദ്യം നമ്മൾ വായിക്കുന്ന ഒരു വായനയിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സന്ദേശങ്ങൾ, ഒരുപാട് പാഠങ്ങൾ പിന്നീട് അതേ വചനം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സംഭവം ഉണ്ടല്ലോ, അതായത് സസ്യം മുളക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അല്ലെങ്കിൽ കർഷകന്റെ കഴിവുകൊണ്ടല്ല, ഇതുപോലെയാണ് അനുഗ്രഹങ്ങൾ. ഇത് എനിക്ക് ഇപ്പൊ ആലോചിച്ചപ്പോൾ വന്ന സംഭവമാണ്. മുമ്പ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ചിന്ത പോയിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം പെട്ടെന്ന് വന്നതാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നീ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ ഒരു മനോഹാരിതയും ഇതാണ്. അപ്പോൾ തദബ്ബുറിന്റെ ഒരു പ്രസക്തിയും ഇത് തന്നെയാണ്. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ വിചാരിക്കും എന്തിനാ ഇപ്പോൾ വായിച്ചത് തന്നെ പിന്നെയും വായിക്കുന്നത്. പക്ഷെ ഖുർആൻ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമാണ്. അത് വീണ്ടും വായിച്ചാലും വീണ്ടും പുതിയ പുതിയ ചിന്തകൾ നമ്മളിൽ ഉണരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തകൾ നല്ല രൂപത്തിൽ ഉണരുന്ന പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ, നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അതിൽ ഒരു തോട്ടും കൂടി, നമ്മൾ ആ ഫസ്റ്റ് പറഞ്ഞ ആയത്തുമായി ബന്ധപ്പെട്ടൊരു തോട്ടും കൂടി ശരിക്കും വിശുദ്ധ ഖുർആൻ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആ ആയത്തിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഈ ദുനിയാവിനെ കാണുന്ന വേളയിൽ നമുക്ക് കിട്ടുന്ന സുഖങ്ങളായിക്കോട്ടെ, നമ്മൾ ഈ ശരീരം എന്ന് പറഞ്ഞാൽ സുഖങ്ങളെ മാക്സിമം സ്വീകരിക്കുന്ന, നമ്മൾ ഇച്ഛകളെ മാക്സിമം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന, അതിലേക്ക് കൂടുതൽ വീണു പോകുന്ന തരത്തിലാണ് ശരീരവും നമ്മുടെ മുഴുവൻ ഘടനയുള്ളത്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളെ മുന്നിലേക്ക് പല കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിലേക്ക് പെട്ടെന്ന് ചാടിപ്പോകരുത്. അതിൽ വഞ്ചനയുണ്ടാവും. ഇത് വലിയൊരു സാധനമാണ്. അതിൽ വഞ്ചന ഉണ്ടാവും. കാരണം നമ്മൾ എത്ര ആളുകളാണ്, എത്ര വിഷയങ്ങളാണ് റിഗ്രറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അപ്പുറത്തൊരു ആവേശത്തിന് ചെയ്തു പോയി.
ഈ ഒരു അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ എത്ര ദിവസം മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ സമയത്തത് ഒരു മൊമെന്ററി പ്ലഷറാണ് നമുക്ക് തരുന്നത്. പക്ഷെ നമുക്ക് പിന്നെ അത് വേണ്ടിയിരുന്നില്ല. ആ സമയം വേറെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമായിരുന്നു. ഇത് നമുക്ക് ആ ജീവിതത്തിൻ്റെ ഒരു ഫുൾ വലിയൊരു ഒരു സ്കെയിലുള്ള ഒരു സാധനത്തിൻ്റെ ഷോർട്ട് ടേം എക്സാമ്പിളാണ് ഈ മൊബൈൽ ഫോണിൻ്റെ വിഷയം. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സമയം ചെയ്തിട്ട് അത് പിന്നീട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരുപാട് വേളകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസി ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരു വിശ്വാസിയെ ഈ ഒമൽ ഹയാത്തു ദുനിയ അല്ലാമ താഴോറൂർ എന്നുള്ള പ്രയോഗം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ വിശ്വാസി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ ഈ ഭൗതിക ലോകത്ത് എന്തെങ്കിലും സുഖങ്ങളുണ്ട്, എന്തെങ്കിലും സന്തോഷങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങളതിൽ മറന്നു പോകരുത്, നിങ്ങളതിൽ വീണു പോകരുത്. അതിൽ ചതിയുണ്ടാവാം, വഞ്ചന ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് ലഭിക്കുന്ന എന്തൊരു കാര്യത്തിലും ഒരു വഞ്ചനയുടെ എലമെന്റ് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടി എന്ത് ചെയ്യണം, ഒരു മനുഷ്യനെ ട്രെയിൻ ചെയ്യാണ്. ആ പരിശോധനയോട് കൂടി മാത്രം എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ആണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുക്കാൻ പറ്റും. കാരണം ഇതെന്നെ വഞ്ചിക്കരുത് എന്നുള്ളതാണ് അവൻ്റെ ഒബ്ജക്റ്റീവ്. ഇതെന്നെ വഞ്ചിക്കാൻ പാടില്ല. കാരണം എൻ്റെ പടച്ചോൻ എനിക്ക് വാണിംഗ് തന്നിട്ടുണ്ട്, ഈ ദുനിയാവിൽ പല കാര്യങ്ങളിലും വഞ്ചന ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഫോണിനെ സമീപിക്കുന്നത് ഈ ഫോൺ എന്നെ വഞ്ചിക്കാൻ പാടില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. അത് അവന് എത്രത്തോളം കാലം ആ മൈൻഡ് സെറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാലം ഈ മൊബൈലിൻ്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് വേയിൽ അവനത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൗതികമായ തലത്തിലാണെങ്കിലും ആത്മീയമായ തലത്തിലാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തിലെ പ്രശ്നരഹിതമായ അല്ലെങ്കിൽ അപകടരഹിതമായ ഒരു ജീവിതം കൊടുക്കാൻ കൂടി ഉപമ നമ്മളെ അല്ലെങ്കിൽ ഈ ഉപമയെ പറ്റിയുള്ള ചിന്ത നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നതും നമ്മളതിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ വേറെ ചെറിയ സംഭവം കൂടി, അത് ഈ തദബ്ബുറായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ കുഫാർ എന്നുള്ളൊരു പദം ഉണ്ടല്ലോ, അവിടെ കർഷകരെയാണ് കുഫാർ എന്ന് ഉപയോഗിച്ചത്, അവിശ്വാസികളല്ല. കാരണം അവിശ്വാസികളും ശരിക്കും കാഫിറിന്റെ ബഹുവചനാണ് കുഫാർ. കുഫാർ എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് കർഷകനെ കുഫാർ എന്ന് വിശേഷിപ്പിച്ചു എന്ന് വെച്ചാൽ ഖുർആനിലടക്കം കാഫിർ എന്ന് കർഷകനെ വിശേഷിപ്പിച്ചു. അതും അമുസ്ലിം ആയതുകൊണ്ടല്ല, എല്ലാ കർഷകരും അമുസ്ലിങ്ങളും അല്ല. അപ്പോൾ കുഫാർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചതും വിത്തുകൾ മറച്ചു വെക്കുക എന്നുള്ളതാണ്. കഫറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറച്ചു വെച്ചു എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുഫാർ, വിത്തുകൾ മറച്ചു വെക്കുന്നവർ, അതായത് കർഷകർ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിച്ചത്. എന്നാൽ അതേസമയം അവിശ്വാസികളെ സൂചിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് സത്യം കാഫിർ മറച്ചു വെച്ചു. എന്ന് പറയുന്നു? അത് ഉള്ളിലുള്ള സത്യത്തെ, ഏകദൈവ വിശ്വാസം എന്ന സത്യത്തെ മറച്ചു വെക്കുന്നത് കൊണ്ട്, ആ ദൈവത്തെ അനുസരിക്കണം എന്ന ഉള്ളിൻ്റെ ഉള്ളിലുള്ള തോന്നലിനെ, ആ സത്യത്തെ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് ഒരു അമുസ്ലിമിനെ, മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെ സത്യനിഷേധി എന്ന് അതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്യാറുണ്ടെങ്കിൽ എല്ലാ ഇതാണ് ഇത്. മുസ്ലിങ്ങളെയും അല്ല, കഫർ എന്ന് അതെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം അതെ പറയുന്നത് അതെ സത്യം അതെ മനസ്സിലായിട്ട് അതെ അതിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കുന്ന ആളുകളെയാണ്. സത്യം മനസ്സിലായിട്ടും അതിനെ മറച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കാഫിർ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കാനുള്ള കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആൻ വായിക്കുക, ഉറ്റാലോചിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. തദബ്ബുർ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.